മാനസിക വിശാലതയുടെ കാരണത്തിന് വേണ്ടി 4 പ്രാവശ്യം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശഖ്ഖു സദ്ർ ഉണ്ടായി. ആദ്യഘട്ടത്തിൽ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിക്കുമ്പോ ആ വീട്ടിലെ സഹോദരങ്ങളോടൊപ്പം ആടിനെ മേയ്ക്കാൻ അവരെ കൂടെ ഒന്ന് പോയ ഘട്ടത്തിൽ മലക്കുകൾ 3 പേര് വന്ന് കൂട്ടത്തിൽ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ച് ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി. ബാക്കി സഹോദരങ്ങളൊക്കെ പുറത്തു നിന്ന് കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, അവിടെ കിടത്തുന്നവര് കാണുന്നുണ്ട്. എന്നിട്ട് നെഞ്ചിന്റെ ഈ ഭാഗം ഇങ്ങനെ പതുക്കങ്ങനെ കീറുന്നത് അവര് കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അവര് പേടിച്ചുപോയി. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മുലകുടിച്ചിരുന്ന സഹോദരൻ ഓടി വന്നിട്ട് പറഞ്ഞു, യാ അബീ യാ ഉമ്മീ, നമ്മുടെ സഹോദരനുണ്ടല്ലോ, ഖുറശിയായ സഹോദരൻ, ആ സഹോദരനെ കിട്ടണമെങ്കിൽ വേഗം ഓടിപ്പോകണം. ഇനി നിങ്ങൾക്ക് ഹയാത്തോടെ കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടുന്ന് സഹോദരങ്ങൾ കാണുന്നത് ഇങ്ങനെ ഒരു നെഞ്ചു വിളർക്കുന്ന സംഭവമാണ് കാണുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനിച്ചോ? ഇല്ല. കാരണം അവിടെ ആ നെഞ്ചു പിളർത്തുന്നത് ആരാണെന്നറിയുമോ? മലക്കുകളാണ്. കൃത്യമായ ആ സംഭവങ്ങളൊക്കെ തങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഒരനസ്തേഷൻ നടത്തിയിട്ടുള്ള പരിപാടിയല്ല ഇത്. തങ്ങൾ മലയുടെ മുകളിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയും ഭർത്താവും ഓടി അതിന്റെ മുകളിലേക്ക് കയറിയപ്പോ തങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ് അവർ കണ്ടത്. ചോദിച്ചു, മോനെ എന്ത് സംഭവിച്ചു? ഒന്നും പറ്റിയിട്ടില്ല, ഒന്നും വിഷമിക്കേണ്ടതില്ല, ഒന്നും പറ്റിയിട്ടില്ല. 3 ശുഭ്രവസ്ത്രധാരികളായ ആളുകൾ എന്നെ വന്ന് അവരെ കൂട്ടത്തിൽ നിന്ന് എന്നെ പിടിച്ച് ഈ കാണുന്ന മലയുടെ ചെരുവിലേക്ക് കൊണ്ടുവന്നു. ഈ മുകളിൽ കൊണ്ടുവന്ന് എന്നെ കിടത്തി. എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗം വരെ അവരങ്ങ് കീറി. കൃത്യമായി തങ്ങൾ പറയുന്നു, ഉള്ളിൽ നിന്ന് അവർ വസ്തു എടുത്തു. എന്നിട്ട് ഹാദാ ഹല്ലു ശൈത്വാനി മിൻക, പിശാചിന്റെ വിഹിതമായി തങ്ങളിൽ സൃഷ്ടിച്ചു വെച്ചതാണിത്. അത് ഉപേക്ഷിക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. പിന്നെ അവർ എന്റെ കൽബ് പുറത്തെടുത്തു. അത് മാഉ സംസം കൊണ്ട് പ്രത്യേകം ഒന്ന് കഴുകി റെഡിയാക്കി ഉള്ളിൽ വെച്ച്, ഉള്ളിൽ ഈമാന് കൊണ്ടും ഹിക്മത്ത് കൊണ്ടും നിറച്ച് ഭദ്രമാക്കി ആ ഭാഗം അങ്ങ് കറക്റ്റായി അവരങ്ങ് റെഡിയാക്കി പൂട്ടിവെച്ചു പോയി. തങ്ങൾ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയ നൂലിന്റെ അടയാളം പോലെ അവിടെ ഒരു അടയാളമുണ്ട്.